എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീകൾക്ക് സ്തനങ്ങളെക്കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. അവയെക്കുറിച്ച് ആണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. സ്തനങ്ങൾ സ്ത്രീകളുടെ പ്രകൃതിദത്തമായ മനോഹര അവയവങ്ങളാണ്. സ്തന പരിചരണത്തെക്കുറിച്ച് സ്ത്രീകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. മിക്ക സ്ത്രീകൾക്കും സ്തനത്തെ സംബന്ധിച്ച് സംശയങ്ങൾ ഉടലെടുക്കാറുണ്ട്. അവ എന്തൊക്കെയാണെന്ന് ഇനി പറയാം. അതിലൊന്നാമതായി സ്തന വളർച്ച ആരംഭിക്കുന്നത് എപ്പോഴാണ് എന്നതാണ്. 10 വയസ്സിൻ്റെയും 14 വയസ്സിൻ്റെയും ഇടയിൽ അല്ലെങ്കിൽ അതിനുശേഷം ശരീരത്തിൽ മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള കുട്ടികളിൽ ചിലപ്പോൾ സ്തന വളർച്ച വൈകിക്കാറുണ്ട്. ഇത്തരക്കാരിൽ 14 വയസ്സിന് ശേഷമായിരിക്കും കാണപ്പെടുക. എന്നാൽ ശരീരവണ്ണമുള്ള പെൺകുട്ടികളിൽ 10 വയസ്സിന് ശേഷം തന്നെ സ്തനം വലിപ്പം വെക്കുന്നതായി കാണും. ഇനി അടുത്ത സംശയം, മുലഞ്ഞെട്ടുകൾ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്നതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന്. ഒരിക്കലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇത്തരം കാരണങ്ങൾ കൊണ്ട് മുലഞ്ഞെട്ട് സ്വയം വലിച്ചു വെക്കരുത്. ഗർഭകാലഘട്ടത്തിൽ ഇക്കാര്യത്തിൽ ഡോക്ടറോട് ഉപദേശം തേടുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇതുപോലെ സ്വയം വലിച്ചാൽ ഗർഭാശയത്തിന് വേദനയുണ്ടാകുമെന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനാൽ ഒരിക്കലും സ്വയമായി ഇത് പരീക്ഷിക്കരുത്, ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ. ഇത് ചിലർക്കുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം മറ്റുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. മൂന്നാമതായി, സ്തനങ്ങളിൽ കാണപ്പെടുന്ന രോമ വളർച്ചയ്ക്ക് എന്തായിരിക്കും കാരണമെന്ന്. ചില ഹോർമോണുകളുടെ അമിതമായ പ്രവർത്തനം മൂലമാണ് സ്തനങ്ങളിലെ രോമ വളർച്ച. എന്നാൽ അസ്വാഭാവികമായ രോമ വളർച്ച ഉണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. എന്നതിന് ശേഷം മാത്രം ഡോക്ടറുടെ ഉപദേശം തേടുക. അടുത്തതായി, സ്തനാർബുദം ചികിത്സിച്ച് മുഴുവനായി മാറ്റാനാകുമോ എന്ന്. ആദ്യഘട്ടത്തിൽ തന്നെ രോഗം കണ്ടെത്തിയാൽ രോഗം പൂർണ്ണമായും ഭേദമാകാനുള്ള സാധ്യത 95%. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തുടർ ചികിത്സകളും തുടരുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന സമയത്ത് ആവശ്യമായ പരിശോധനകൾ നടത്തുകയും ചെയ്യുക. എങ്കിൽ തുടക്കത്തിൽ തന്നെ ഇത് മാറ്റാൻ പറ്റാവുന്നതാണ്. അടുത്തതായി, ഗർഭകാലത്ത് സ്തനത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സ്ത്രീകളിൽ ഉണ്ടാകുന്നത്. ഈ സമയത്ത് സ്തനങ്ങൾ കൂടുതൽ വീർക്കുകയും സ്തനക്കണ്ണും അതിനു ചുറ്റുമുള്ള ഭാഗവും വികസിക്കുകയും കൂടുതൽ കറുത്തിരുളുകയും ചെയ്യും. അതുപോലെ സ്തനത്തിലേക്കുള്ള രക്തധമനികളിൽ രക്തയോട്ടം വർദ്ധിക്കുന്നതിനാൽ രക്തധമനികൾ ചർമ്മത്തിന് പുറത്ത് പ്രകടമാകും. സ്തനങ്ങൾ വേദനിക്കുന്നതായി ചിലപ്പോൾ അനുഭവപ്പെടും. ഇത്തരം മാറ്റങ്ങളാണ് ഗർഭിണികളിൽ ഉണ്ടാകുന്നത്. അടുത്തതായി, സ്തനങ്ങൾ തമ്മിൽ വലിപ്പ വ്യത്യാസം കാണപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന്. മിക്കവരിലും 2 സ്തനങ്ങൾക്കും തമ്മിൽ ചെറിയ വലിപ്പ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. നമ്മുടെ ശരീരത്തിലെ മറ്റെല്ലാ അവയവങ്ങൾ തമ്മിലുള്ള ഈ വലിപ്പ വ്യത്യാസവും ഉണ്ട്. അതാരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ മനസ്സിലാക്കാത്തത്. അതുപോലെ തന്നെയാണ് സ്തനങ്ങളുടെ കാര്യവുമെന്ന് മനസ്സിലാക്കുക. ഇതിൽ യാതൊരു ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല. അടുത്തതായി, ബ്രാ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന്. നന്നായി ഇറുകിയതും അതുപോലെ അയഞ്ഞതുമായ ബ്രാ ഒരിക്കലും ധരിക്കരുത്. ഇടിഞ്ഞു തൂങ്ങിയ സ്തനങ്ങൾ താങ്ങി നിർത്തുന്ന കംഫർട്ടബിൾ ആയ ബ്രാ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായി, പ്രസവശേഷം സ്തനക്കണ്ണിന് മാറ്റമുണ്ടാകുമോ എന്ന്. ശരിയായ രീതിയിലല്ല നിങ്ങൾ മുലയൂട്ടുന്നത് എങ്കിൽ മുലക്കണ്ണ് വരിഞ്ഞു പൊട്ടാനിടയുണ്ട്. അതുപോലെ തന്നെ തെറ്റായ രീതിയിൽ കുഞ്ഞിൻ്റെ വായക്കുള്ളിലാകുന്നതും ഇതിനൊരു കാരണം സംഭവിക്കാറുണ്ട്. അതിനാൽ മുലയൂട്ടുമ്പോൾ സ്തനത്തിൽ വീക്കം, ചുവപ്പ്, വേദന, ചൂട് ഇങ്ങനെ അനുഭവപ്പെടുകയാണെങ്കിൽ അത് അണുബാധയുടെ ലക്ഷണമാകാനാണ് സാധ്യത.
അതിനാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക. അടുത്തതായി, മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നത്. മാനസിക സംഘർഷങ്ങൾ മുലപ്പാൽ കുറയാൻ കാരണമാകാറുണ്ട് പല സ്ത്രീകൾക്കും. അതുകൊണ്ട് മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കുക. അതുപോലെ നന്നായി ഉറങ്ങുക. അതോടൊപ്പം തന്നെ പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുന്നതും മുലപ്പാൽ വർദ്ധിക്കാൻ സഹായിക്കും.